ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കമ്പ്യൂട്ടർ റാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, അതേപോലെ പ്രോസസറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറിലെ ക്യാഷ് മെമ്മറിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടറിൽ റാം ഉണ്ട്, അതേപോലെ ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്പ്യൂട്ടർ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മൾ എത്ര റാം ഉണ്ട്, എത്ര സ്റ്റോറേജ് ഉണ്ടെന്നൊക്കെ നോക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ കമ്പ്യൂട്ടറിൽ മൂന്നാമതായിട്ട് ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന ഒരു മെമ്മറി ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയത്തില്ല. എന്നാൽ ഈ വീഡിയോയിലൂടെ ക്യാഷ് മെമ്മറി എന്താണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്യാഷ് മെമ്മറിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്ന് ലെവൽ 1 ക്യാഷ് മെമ്മറി, ലെവൽ 2, ലെവൽ 3, അങ്ങനെ മൂന്നായിട്ട് ക്യാഷ് മെമ്മറിയെ നമുക്ക് തിരിക്കാം. ലെവൽ 1 മെമ്മറി ഇതും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഇത് പ്രോസസറിന്റെ ഉള്ളിലായിരിക്കും കാണാൻ സാധിക്കുക. ലെവൽ 2 മെമ്മറി, അതായത് ലെവൽ 2 ക്യാഷ് മെമ്മറി, ഇത് പ്രോസസറിന് ഉള്ളിലായിരിക്കാൻ വഴിയില്ല. ചിലപ്പോൾ പ്രോസസറിന് പുറത്ത്, പ്രോസസറിനോട് അടുത്ത് തന്നെ ഏതെങ്കിലും IC-യിലായിരിക്കും ഈ ക്യാഷ് മെമ്മറി ലെവൽ 2 കാണാൻ സാധിക്കും. ലെവൽ 3 ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. റാമിനേക്കാളും ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന മെമ്മറിയാണ് ലെവൽ 3 ക്യാഷ് മെമ്മറി. ഇതായിരിക്കും കമ്പ്യൂട്ടർ പ്രോസസറിലെ കോറുകളുണ്ട്. ഞാൻ പ്രോസസറിൽ കോറുകളെ കുറിച്ച് പറഞ്ഞിരുന്നു, ഡ്യുവൽ കോർ, ഒക്ടാ കോർ, അങ്ങനെ ആ കോറുകളുടെ ഇടയിൽ ഏറ്റവും പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻസ് കൈമാറുന്നത് ക്യാഷ് മെമ്മറി ആയിരിക്കും. ലെവൽ 3 ക്യാഷ് മെമ്മറി ആയിരിക്കും കോറുകളിൽ ഏറ്റവും പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻസ് കൈമാറുന്നത്. ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് റാം എന്താണെന്നുള്ള വീഡിയോയിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ആ എക്സാമ്പിൾ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളൊരു റൂമിലിരുന്ന് വർക്ക് ചെയ്യുകയാണെന്ന് കരുതുക, ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്ന് കരുതുക. ഒരു ഡെസ്ക് നമ്മളുടെ മുമ്പിലുണ്ട്. ആ ഡെസ്കിൽ വെച്ച് ഫയലുകൾ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ചിലത് അടുത്ത റൂമിലാണ് ഇരിക്കുന്നത്. ആ റൂമിനെ നമ്മൾ നമ്മുടെ സ്റ്റോറേജ് ആയിട്ട് കരുതിയെന്ന് വിചാരിക്കുക. ഈ റാം നമ്മുടെ ഡെസ്കുമാണ്. നമുക്ക് റാമിൽ എന്തെങ്കിലും ഫയലുകൾ ആവശ്യമാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് അടുത്ത റൂമിൽ പോയിട്ട് ആ ഫയലുകൾ എടുത്തുകൊണ്ട് വന്ന് ഈ ഡെസ്കിൽ വെച്ചായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഡെസ്കിൽ 2 ഡ്രോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകൾ, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങൾ, ഇതിപ്പോൾ സ്റ്റാപ്ലെയർ ആകാം, പെൻ ആകാം, സ്കെയിൽ ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡ്രോവേഴ്സിൽ ഇട്ട് വെക്കാൻ സാധിക്കും. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് അടുത്ത റൂമിൽ പോയി ഫയലുകൾ എടുത്തുകൊണ്ട് വരാതെ തന്നെ, അല്ലെങ്കിൽ അടുത്ത റൂമിൽ പോയി കാര്യങ്ങൾ എടുക്കാതെ തന്നെ നമുക്ക് ഈ ഡ്രോയിൽ നിന്നും പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഈ ഡ്രോവേഴ്സ് ആണ് ക്യാഷ് മെമ്മറി എന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. കമ്പ്യൂട്ടർ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റാമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ക്യാഷ് മെമ്മറിയിൽ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്ത്, ക്യാഷ് മെമ്മറിയിൽ ആ ഫയലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കമ്പ്യൂട്ടർ ആ വിവരങ്ങൾ എടുത്ത് പെട്ടെന്ന് നമുക്ക് നൽകും. കമ്പ്യൂട്ടറിന് വേണ്ട കാര്യം റാമിൽ ചെയ്യുന്നതിലും ഡബിൾ സ്പീഡിൽ ഈ ക്യാഷ് മെമ്മറിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏറ്റവും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആ റിസൾട്ട് നൽകാനും ക്യാഷ് മെമ്മറിക്ക് സാധിക്കും. ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഡ്രോയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് കരുതി നമ്മൾ ഡ്രോയിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് ഡ്രോയിൽ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട ജോലി അവിടെ കുറച്ച് ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറിയിൽ നമ്മൾ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്യുന്ന ഫയൽ ലഭിച്ചില്ലെങ്കിൽ അവിടെ ആ ചെയ്യുന്ന വർക്ക് കുറച്ച് ലേറ്റ് ആകാൻ സാധ്യത. പിന്നെ റാമിൽ പോയിട്ട് സെർച്ച് ചെയ്ത ഫയൽ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇതിന് ക്യാഷ് ലേറ്റൻസി എന്നാണ് പറയുന്നത്. i3, i4, i5, i7 പല പ്രോസസ്സറുകളിലുള്ള കമ്പ്യൂട്ടറുകൾ വിപണിയിൽ ലഭിക്കും. എല്ലാ പ്രോസസ്സറുകളിലുള്ള കമ്പ്യൂട്ടറുകളും ചിലപ്പോൾ 2 MB അല്ലെങ്കിൽ 6 MB, 8 MB, 12 MB, അങ്ങനെ വളരെ കുറച്ച് മാത്രമേ ക്യാഷ് മെമ്മറി നമുക്ക് ലഭിക്കത്തുള്ളൂ. എല്ലാ കമ്പ്യൂട്ടറുകളെയും വർക്കുകൾ, ഇതേപോലെയുള്ള ചെറിയ കമാൻഡുകൾ സേവ് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഫയൽ സേവ് ചെയ്ത് പെട്ടെന്ന് ആവശ്യമുള്ള ഫയലുകൾ റാമിൽ എത്തുന്നതിന് മുമ്പ് സെർച്ച് ചെയ്ത് നമുക്ക് ഏറ്റവും മുമ്പിൽ റിസൾട്ട് തരാനായിട്ടാണ് ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ 12 MB അല്ലെങ്കിൽ 8 MB ഒക്കെ അതിന് സഫീഷ്യന്റ് ആണ് എല്ലാ പ്രോസസ്സറുകൾക്കും. എന്നാൽ ഇത് എത്രയും കൂടുന്നു അത്രയും നമുക്ക്, നിങ്ങൾ കടയിൽ പോയി റാം എത്ര ആണെന്നോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എത്ര ആണെന്നോ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ക്യാഷ് മെമ്മറി എത്രയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് തന്നെയല്ല, ഞാൻ അടുത്ത വീഡിയോ i3, i4, i5 ജനറേഷനിലുള്ള പ്രോസസ്സറുകളെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ക്യാഷ് മെമ്മറി എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് കാണും, മൊബൈലിലും ക്യാഷ് മെമ്മറി ഉണ്ടല്ലോ എന്നുള്ള ഒരു ഡൗട്ട്. ശരിയാണ്, മൊബൈലിലും ക്യാഷ് മെമ്മറി ഫയലുകൾ ഉണ്ട്. മൊബൈലിൽ 200, 300 MB ഒക്കെ ക്യാഷ് ഫയലുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത് വേറൊരു രീതിയിലുള്ള ഫയലാണ്. ഞാനിപ്പോൾ പറഞ്ഞത് പ്രോസസ്സറിലുള്ള, കമ്പ്യൂട്ടർ പ്രോസസ്സറിലുള്ള ക്യാഷ് മെമ്മറിയെ കുറിച്ചാണ്. അത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഏറ്റവും
നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്മറിയാണ് കമ്പ്യൂട്ടറിൽ. എന്നാൽ മൊബൈലിൽ നമ്മൾ ഈ കാണുന്ന ക്യാഷ് മെമ്മറി, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് തന്നെ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി അതിലെന്തെങ്കിലും സെർച്ച് ചെയ്തെന്ന് വിചാരിക്കുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സെർച്ച് ചെയ്യുന്ന ആ ഭാഗം നമ്മൾ സൂം ചെയ്യുകയോ സൂം ഔട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആകും. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആ ഫയലുകൾ സേവ് ആകും. വീണ്ടും നമുക്കൊരു പ്രാവശ്യം അവിടെ പോയിട്ട് ഇതേ കാര്യം തന്നെ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാതെ തന്നെ, അതായത് ഇന്റർനെറ്റ് ഡേറ്റ യൂസ് ചെയ്യാതെ തന്നെ ഈ ഫയലുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ആപ്ലിക്കേഷന് സാധിക്കും. ഇത് ആപ്ലിക്കേഷൻസ്, ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ആപ്ലിക്കേഷനുകൾ സേവ് ചെയ്യുന്ന ചില ഫയലുകളാണ്. ഈ മെമ്മറി ഒരുപാട് കൂടി കഴിഞ്ഞാലും കുഴപ്പമാണ്. ക്യാഷ് മെമ്മറി നമ്മൾ പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിൽ നിന്നും ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് മൊബൈലിലെ ക്യാഷ് മെമ്മറിയും കമ്പ്യൂട്ടറിൽ പ്രോസസ്സിലുള്ള ക്യാഷ് മെമ്മറിയും രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നും ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ i3, i4, i5 എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല അറിവുകൾ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. മറക്കാതെ തന്നെ യൂട്യൂബ് വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.